ഇനിയും മദീനയ്ക്ക് ഒരു 20 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അതിനു മുമ്പ് തിരിയും, വലത്തോട്ട് കസീമിലേക്കുള്ള റോഡിലേക്ക് തിരിയും. മദീന സിറ്റി അടുക്കും തോറും ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടോ എല്ലാ വീടുകളും. ഇവിടെ സിറ്റി അകത്ത് നല്ല രസമാണ് കാണാൻ. സിറ്റിയൊക്കെ മദീന സിറ്റി വളരെ സൂപ്പറാണ്. എല്ലാ റെസിഡൻസ് ഏരിയയും ഒക്കെയാണ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എല്ലാവർക്കും സിറ്റിയിലോട്ട് കയറാൻ ഒക്കത്തില്ല. പിന്നെ പോലീസുകാരൊക്കെ പിടിച്ചാൽ അത് ഒരു ബുദ്ധിമുട്ടാണ്. അക്കാമയൊക്കെ നോക്കിക്കഴിഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ തായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം, തായിഫിൽ നിന്നല്ല യാമ്പൂന്ന് തിരിച്ചു വരുന്ന സമയം, സൈഡിൽ കൂടെ ഒക്കെ മദീനയുടെ ഭാഗമൊക്കെ സൈഡ് വഴി കണ്ടിങ്ങി പോരുന്നു. നമുക്കുള്ളിലൊന്നും കയറാൻ ഒക്കത്തില്ല. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുണ്ട് കാണാൻ തുടങ്ങി. പകല് ഞാൻ ഇതുവഴി ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ എല്ലാം വീടുകളൊക്കെ കാണാം. പല സൈഡിലും ഇട സൈഡിലും എല്ലാം വെള്ള അടിച്ചതാണ്. ഇവിടെ കൂടുതലും വീടുകൾക്കൊക്കെ വെള്ള പെയിൻ്റാണ്. പിന്നെ മദീനയ്ക്കുള്ളിലേക്ക് ട്രക്ക് പോകണമെങ്കിൽ ടൈമിംഗ് ഒക്കെ ഉണ്ട്. രാവിലെ 9 തൊട്ട് 12 മണി വരെ അവർ ഓപ്പൺ ചെയ്യും. നമുക്ക് ട്രക്കിന് കയറിപ്പോവാം. വീടൊക്കെ കണ്ടോ, മലകളുടെ താഴെയായിട്ടാണ് വീടൊക്കെ. മുകളിൽ വലിയ മലകളൊക്കെയാണ്. എനിക്ക് തിരിക്കാനുള്ള സ്ഥലമായി. 1 കിലോമീറ്റർ കഴിയുമ്പോൾ എനിക്ക് കസീമിലോട്ട് വലത്തോട്ട് തിരിക്കണം. അപ്പം നമ്മളിവിടുന്ന് തിരികെയാണ്. ഇനിയിപ്പം ഇവിടുന്ന് വലത്തോട്ട് നേരെ കസീം റോഡ് പിടിക്കുകയാണ്. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇവിടുത്തെ ഈ മദീന റോഡിലുള്ള വിശേഷങ്ങളൊക്കെ. കുറച്ചൊക്കെ പറയാൻ പറ്റി. അകത്തൊന്നും നമുക്ക് കയറാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു, ഈ റോഡിലേക്ക് തിരിഞ്ഞു. Continue on King Khalid Road for 5 kilometers. ഓക്കെ കൂട്ടുകാരെ, അപ്പം ട്രാവലിൻ്റെ ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.